ഈസി ലാബ് സോഫ്റ്റ്വെയറിൽ ഉള്ള പ്രത്യേകമായ ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈസി സെർച്ചിങ് ഫീച്ചറുകൾ ഉപയോഗിച്ച് സോഫ്റ്റ്വെയറിൽ സ്ഥിരമായി ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. ബില്ലിംഗ് സ്ക്രീനിൽ പേഷ്യന്റിന്റെ പേര് അടിക്കുന്ന സ്ഥലത്ത് പേരിന്റെ ഏതെങ്കിലും ലെറ്റർ അടിച്ചാൽ ആ ലെറ്റർ മാച്ച് ആവുന്ന പേരുകൾ കാണാവുന്നതാണ്. അതുപോലെ പേഷ്യന്റിന്റെ ഐഡിയോ ഫോൺ നമ്പറോ സെർച്ച് ചെയ്യാം. ഇങ്ങനെ കാണുന്ന ലിസ്റ്റിൽ പേഷ്യന്റിന്റെ പേര്, വയസ്സ്, ഫോൺ നമ്പർ, സ്ഥലം, ഇമെയിൽ അഡ്രസ് എന്നിവയും കാണിക്കുന്നതാണ്. അതിനാൽ ഒരു പഴയ പേഷ്യന്റിനെ കൃത്യമായി തിരഞ്ഞെടുത്ത് ബില്ല് അടിക്കാൻ കഴിയുന്നു. കൂടാതെ പഴയ പേഷ്യന്റിനെ തിരഞ്ഞെടുത്താൽ ആ പേഷ്യന്റിന്റെ പഴയ ബില്ലുകൾ ബില്ലിംഗ് സ്ക്രീനിൽ തന്നെ കാണിച്ചു തരുന്നു. അങ്ങനെ കാണിക്കുന്ന ഹിസ്റ്ററി ലിസ്റ്റിൽ ബിൽ നമ്പർ ക്ലിക്ക് ചെയ്താൽ പഴയ ബില്ല് ഓപ്പൺ ആവുന്നതാണ്. ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ പേഷ്യന്റിന്റെ പഴയ റിസൾട്ടും ഓപ്പൺ ആവുന്നതാണ്. അതുകൊണ്ട് ബിൽ നമ്പറോ തീയതിയോ അറിയാത്ത ഒരു ബില്ലോ റിസൾട്ടോ കിട്ടണമെങ്കിൽ ബില്ലിംഗ് സ്ക്രീനിൽ പേഷ്യന്റിന്റെ പേരോ ഫോൺ നമ്പറോ അടിച്ച ശേഷം പേഷ്യന്റിനെ സെലക്ട് ചെയ്ത് ഹിസ്റ്ററി ബോക്സിൽ നിന്നും ബില്ലോ റിസൾട്ടോ എളുപ്പത്തിൽ എടുക്കാം. ഹിസ്റ്ററി ബോക്സിൽ ഏറ്റവും അവസാനമായി വന്ന ബില്ല് ഏറ്റവും മുകളിലായി കാണാം. ബില്ല് അടിച്ച ശേഷം പേഷ്യന്റിന്റെ പേരോ വയസ്സോ സെക്സോ മാറ്റുന്നതിനോ അതുപോലെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ മാറ്റുന്നത് വളരെ എളുപ്പമാണ്. അതിനായി കലണ്ടറിന് താഴെയായി കാണുന്ന പേഷ്യന്റിന്റെ ബിൽ നമ്പറിൽ ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് കസ്റ്റമർ ബട്ടൺ അടിച്ച ശേഷം പേഷ്യന്റ് ഡീറ്റെയിൽ മാറ്റാവുന്നതാണ്. ശേഷം സേവ് കസ്റ്റമർ ബട്ടൺ അടിക്കേണ്ടതാണ്. റിസൾട്ടുകൾ ഓപ്പൺ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. റിസൾട്ടുകൾ ഓപ്പൺ ആക്കുന്നത് എളുപ്പമാക്കുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയറിൽ പല ഭാഗങ്ങളിലായി ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. കലണ്ടറിൽ ഒരു തീയതി സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ലിസ്റ്റിൽ നിന്നും പേഷ്യന്റിന്റെ പേര് ക്ലിക്ക് ചെയ്താൽ റിസൾട്ട് ഓപ്പൺ ആവുന്നതാണ്. അതുപോലെ മുകളിൽ കാണുന്ന വ്യൂ റിപ്പോർട്ട് കോളത്തിൽ പേഷ്യന്റിന്റെ ബിൽ നമ്പർ അടിച്ചുകൊടുത്ത് എന്റർ കീ അടിച്ചാലും റിസൾട്ട് ഓപ്പൺ ആവുന്നു. ഇനി ബിൽ നമ്പറോ പേഷ്യന്റ് വന്നിട്ടുള്ള തീയതിയോ അറിയില്ലെങ്കിൽ ബില്ലിംഗ് സ്ക്രീനിൽ പേഷ്യന്റിന്റെ പേരോ ഫോൺ നമ്പറോ അടിച്ച ശേഷം വരുന്ന ലിസ്റ്റിൽ നിന്നും പേഷ്യന്റിനെ സെലക്ട് ചെയ്ത ശേഷം ഹിസ്റ്ററി ബോക്സിൽ നിന്നും ഡേറ്റിൽ ക്ലിക്ക് ചെയ്താലും റിസൾട്ട് ഓപ്പൺ ആക്കാം. കൂടാതെ ബില്ലിംഗ് സ്ക്രീൻ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ആ സ്ക്രീനിൽ കാണുന്ന ഓപ്പൺ റിപ്പോർട്ട് ബട്ടൺ അടിച്ചാലും റിസൾട്ട് ഓപ്പൺ ആവുന്നു. ഏതെങ്കിലും ബില്ല് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് തൊട്ട് മുൻപോ ശേഷമോ ഉള്ള ബില്ലുകൾ ഓപ്പൺ ആക്കുന്നതിന് മുകളിൽ കാണുന്ന പ്രീവിയസ് ബിൽ, നെക്സ്റ്റ് ബിൽ എന്നീ ബട്ടണുകൾ ഉപയോഗിക്കാം. അതുപോലെ ബിൽ നമ്പർ കോളത്തിൽ ബിൽ നമ്പർ അടിച്ചാലും മതി. കലണ്ടറിന് താഴെയുള്ള ലിസ്റ്റിൽ വളരെ അധികം ബില്ലുകൾ ഉള്ള സമയത്ത് ഒരു പേഷ്യന്റിന്റെ ബില്ലോ റിസൾട്ടോ എടുക്കാൻ കലണ്ടറിന് തൊട്ട് താഴെ കാണുന്ന പിങ്ക് കോളത്തിൽ പേഷ്യന്റിന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം അടിച്ചാൽ ആ ലെറ്ററിൽ തുടങ്ങുന്ന പേരുകൾ മാത്രമായി കാണിക്കുന്നതാണ്. ടെസ്റ്റ് റിസൾട്ട് അടിക്കുന്ന സ്ക്രീനിൽ നിന്ന് തൊട്ടു മുൻപിലോ ശേഷമോ ഉള്ള റിപ്പോർട്ട് എടുക്കണമെങ്കിൽ SID അല്ലെങ്കിൽ ബിൽ നമ്പർ കോളത്തിന് തൊട്ടടുത്തായി കാണുന്ന ലെഫ്റ്റ് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ മതി. SID നമ്പർ കോളത്തിൽ ബിൽ നമ്പർ അടിച്ചാലും മതിയാവും. ഡിസ്കൗണ്ട് പെർസെന്റേജ്. ബില്ലിംഗ് സ്ക്രീനിൽ ഡിസ്കൗണ്ട് അടിക്കുന്ന കോളത്തിൽ ഡിസ്കൗണ്ട് എമൗണ്ട് അടിച്ചാൽ ആ എമൗണ്ട് ടോട്ടലിൽ നിന്ന് കുറയുന്നതാണ്. അതുപോലെ ഡിസ്കൗണ്ട് കോളത്തിൽ ഡിസ്കൗണ്ട് എമൗണ്ട് അടിച്ച ശേഷം P എന്ന ലെറ്റർ അടിച്ചാൽ എത്രയാണോ അടിച്ചത് അത്രയും പെർസെന്റേജ് ടോട്ടലിൽ നിന്ന് കുറയുന്നതാണ്. ചില്ലറയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഡിസ്കൗണ്ട് പെർസെന്റേജ് റൗണ്ട് ഓഫ് ചെയ്യുന്നതാണ്. ഉദാഹരണമായി ഡിസ്കൗണ്ട് എമൗണ്ട് 50 രൂപയിൽ കൂടുതലും 60 രൂപയിൽ കുറവും ആണെങ്കിൽ 50 രൂപയാണ് ഡിസ്കൗണ്ട് നൽകുക. പേഷ്യന്റിന്റെ സ്ഥലം, റെഫർ ചെയ്യുന്ന ഡോക്ടറുടെ പേര് എന്നിവ എന്റർ ചെയ്യാതെ ബില്ലുകൾ അടിക്കാൻ കഴിയുകയില്ല. ഈസി ലാബ് സോഫ്റ്റ്വെയർ നൽകുന്ന ഹിസ്റ്ററി ഫീച്ചർ കൃത്യമായി ഉപയോഗിക്കുവാൻ പേഷ്യന്റിനെ സെലക്ട് ചെയ്യുന്നത് കൃത്യമാവേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് പേഷ്യന്റിന്റെ സ്ഥലം നിർബന്ധമാക്കിയത്. അതുപോലെ പേഷ്യന്റിന്റെ ഇനീഷ്യലും ഫോൺ നമ്പറും അടിക്കുവാൻ പരമാവധി ശ്രമിക്കുക. പേഷ്യന്റിന്റെ സ്ഥലം, റെഫർ ചെയ്യുന്ന ഡോക്ടറുടെ പേര്,
എന്നിവ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയി സേവ് ചെയ്യുന്നതാണ്. അതിനാൽ അടുത്ത തവണ അതേ ഡോക്ടറുടെ പേരോ സ്ഥലമോ വീണ്ടും അടിക്കുന്നത് എളുപ്പമാകുന്നു. റിസൾട്ട് ഹിസ്റ്ററി. ഓരോ ടെസ്റ്റ് വാല്യൂ എൻ്റർ ചെയ്യുമ്പോഴും അതേ പേഷ്യൻ്റ് ആ ടെസ്റ്റ് മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ റിസൾട്ട് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയി കാണിച്ചു തരുന്നതാണ്. ഈ ഫീച്ചർ കൃത്യമായ റിസൾട്ട് അടിക്കുന്നതിന് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ മുകളിൽ കാണുന്ന പേഷ്യൻ്റ് റിവ്യൂ ബട്ടൺ അടിച്ചാൽ പേഷ്യന്റിന്റെ മുൻപ് ചെയ്ത എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ട് കാണാവുന്നതാണ്. ഈസിലാബ് സോഫ്റ്റ്വെയർ അനലൈസർ ഇന്റർഫേസിംഗ്, സാമ്പിൾ ബാർകോഡിംഗ്, ലബോറട്ടറി ഓട്ടോമേഷൻ തുടങ്ങിയ ആധുനിക ഫീച്ചറുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സെൽ കൗണ്ടർ, ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസർ, ഹോർമോൺ അനലൈസർ തുടങ്ങിയവ കണക്ട് ചെയ്യാൻ കഴിയും. ഈ ഫീച്ചറുകൾ ആഡ് ചെയ്യണമെങ്കിൽ അനലൈസർ മോഡൽ അനുസരിച്ച് പ്രത്യേക പ്രോഗ്രാം ചെയ്യേണ്ടതുള്ളതും പ്രത്യേക ചാർജുകൾ ഉള്ളതുമാണ്. ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ. ലിപ്പിഡ് പ്രൊഫൈൽ, ലിവർ ഫംഗ്ഷൻ തുടങ്ങിയ ടെസ്റ്റുകളിൽ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണ്. ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകളുടെ നിരക്കുകൾ PDF ആയി എക്സ്പോർട്ട് ചെയ്യുന്നതിന് കഴിയുന്നു. അതിനുവേണ്ടി ടൂൾസ് മെനുവിലുള്ള എക്സ്പോർട്ട് പ്രൈസ് ലിസ്റ്റ് മെനു ക്ലിക്ക് ചെയ്യുക. അതുപോലെ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കു വേണ്ടി കസ്റ്റമർ ഡാറ്റ ഫോൺ നമ്പറുകളോടുകൂടി എക്സൽ ഫയൽ ആയോ PDF ഫയൽ ആയോ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ടൂൾസ് മെനുവിൽ എക്സ്പോർട്ട് കസ്റ്റമർ ഡാറ്റ മെനു ക്ലിക്ക് ചെയ്താൽ കസ്റ്റമർ ഡാറ്റ സെർച്ച് സ്ക്രീൻ ഓപ്പൺ ആവുന്നതാണ്. ഈസിലാബ് സോഫ്റ്റ്വെയറിലെ ബില്ലിംഗ്, കസ്റ്റമർ ഡാറ്റ തുടങ്ങിയവ സുരക്ഷിതമായി വെക്കുന്നതിന് ഓട്ടോമാറ്റിക് ബാക്കപ്പ് സിസ്റ്റം ഉണ്ട്. സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഓട്ടോമാറ്റിക് ആയി ബാക്കപ്പ് നടക്കുന്നതാണ്. സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ബാക്കപ്പ് സ്ക്രീനിൽ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ബാക്കപ്പ് ഫയൽ സേവ് ചെയ്യുന്ന ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ടൂൾസ് മെനുവിൽ ബാക്കപ്പ് സെറ്റിംഗ്സ് മെനു ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുന്ന സ്ക്രീനിൽ സെലക്ട് ബാക്കപ്പ് ഫോൾഡർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടറിൽ USB മെമ്മറി ഉണ്ടെങ്കിൽ അതിലേക്കും ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് മുഴുവനായും കേടായാൽ പോലും സോഫ്റ്റ്വെയർ ഡാറ്റ USB മെമ്മറിയിൽ നിന്നും തിരിച്ചെടുക്കാവുന്നതാണ്. സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി ഫീച്ചറുകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഈസിലാബ് സോഫ്റ്റ്വെയറിൽ ബില്ല് ചെയ്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുന്നതിന് അഡ്മിനിസ്ട്രേറ്റർ യൂസർക്ക് മാത്രമേ കഴിയൂ. അതുപോലെ റിസൾട്ടുകൾ സേവ് ചെയ്ത ബില്ലുകളിൽ നിന്ന് ടെസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുവാനും അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമേ കഴിയൂ. റിസൾട്ട് അപ്രൂവ് ചെയ്യുന്നതിന് അഡ്മിനിസ്ട്രേറ്റർക്കോ ലാബ് ഇൻചാർജിനോ മാത്രമേ കഴിയൂ. അതിനാൽ ഒരു കാരണവശാലും കൃത്യമായി അപ്രൂവ് ചെയ്യാതെ റിസൾട്ടുകൾ പേഷ്യന്റിന് കൊടുക്കാൻ കഴിയുകയില്ല. അതുപോലെ ഒരിക്കൽ അപ്രൂവ് ചെയ്ത റിസൾട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ വീണ്ടും ലാബ് ഇൻചാർജോ അഡ്മിനിസ്ട്രേറ്ററോ അപ്രൂവ് ചെയ്യാതെ വീണ്ടും പ്രിന്റ് ചെയ്യാൻ കഴിയുകയില്ല. ബ്ലഡ് ഗ്രൂപ്പ്, യൂറിൻ റൂട്ടീൻ തുടങ്ങിയ ടെസ്റ്റ് റിപ്പോർട്ടുകൾ അടിക്കുമ്പോൾ എളുപ്പത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ അടിക്കുന്നതിന് വേണ്ടി ഡിഫോൾട്ട് വാല്യൂ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ടെസ്റ്റ് വാല്യൂ കോളത്തിൽ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മുൻകൂട്ടി സെറ്റ് ചെയ്ത വാല്യൂകൾ കാണുന്നതാണ്. ഇങ്ങനെ ഓരോ ടെസ്റ്റിനും വേണ്ട വാല്യൂകൾ നിങ്ങൾക്ക് സ്വന്തമായി അടിച്ചു ചേർക്കാവുന്നതാണ്. അതിനുവേണ്ടി ടൂൾസ് മെനുവിൽ ആഡ് എഡിറ്റ് ഡിഫോൾട്ട് വാല്യൂ മെനു എടുക്കുക. താഴെ കാണുന്ന ആഡ് ബട്ടൺ അടിച്ചുകൊണ്ട് പുതിയ ടെസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ടെസ്റ്റിന്റെ പേരും സെക്ഷനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ അടിക്കുകയും വാല്യൂ കോളത്തിൽ റിസൾട്ട് വാല്യൂവും അടിച്ചു കൊടുക്കുക. ഒരു ടെസ്റ്റിന്റെ ഒന്നിലധികം വാല്യൂ അടിച്ചു ചേർത്താൽ മാത്രമേ റിസൾട്ട് അടിക്കുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയുള്ളൂ. അതുപോലെ ഡിഫോൾട്ട് കോളത്തിൽ യെസ് എന്ന് അടിച്ചാൽ ആ വാല്യൂ ടെസ്റ്റ് റിപ്പോർട്ടിൽ ഓട്ടോമാറ്റിക് ആയി വരുന്നതാണ്. പേഷ്യന്റിന് റിസൾട്ട് നൽകുന്നതിന് പ്രിന്റിനു പുറമെ ഇമെയിൽ ഓപ്ഷനും വാട്സപ്പ് ചെയ്യുന്നതിനായി എക്സ്പോർട്ട് PDF ഓപ്ഷനും ഉണ്ട്.
അതുപോലെ റിപ്പോർട്ട് ഓൺലൈൻ ആയി പേഷ്യന്റിന് നൽകുവാനുള്ള ഓപ്ഷനും സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകം പ്രോഗ്രാമിംഗ് ആവശ്യമുള്ളതും പ്രത്യേക ചാർജ് ഉള്ളതുമാകുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ അറിയുന്നതിന് മറ്റു വീഡിയോകൾ കാണുക. സോഫ്റ്റ്വെയറിന്റെ റേറ്റും മറ്റു കാര്യങ്ങളും അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക.